ഹായ് ഡിയേഴ്സ്, ജിനൂസ് അക്കാഡമിയുടെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ഒരു റീഡിങ്ങിൻ്റെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ആഴ്ച ചെയ്തായിരുന്നു. ഭയങ്കര അടിപൊളി കമൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ കണ്ട് എല്ലാവരും അവരവരുടെ മാർക്കൊക്കെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ സെഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നൊരു ലിസ്ണിങ്ങിൻ്റെ മോക്ക് ചെയ്താലോ? ഈ ലിസ്ണിങ്ങിൻ്റെ മോക്കിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളിൽ പലരും ആഗ്രഹിക്കാറുണ്ട്, നമ്മുടെ OET റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ ലിസ്ണിങ്ങിലൊക്കെ ഫെയിൽ ആകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടും ആ മോക്കിൽ നമ്മൾ ഫെയിൽ ആകുമ്പം എൻ്റെ പേപ്പർ ഒന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഇല്ല. എന്തിനാണ് ഈ പേപ്പർ കിട്ടുന്നത്? അല്ല, എന്താ എൻ്റെ മിസ്റ്റേക്ക് എന്ന് എനിക്ക് അറിയണമല്ലോ, എന്തുകൊണ്ട് എൻ്റെ മാർക്ക് പോയെന്ന് എനിക്ക് അറിയണമല്ലോ, അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മോക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ തന്നെ കറക്റ്റ് ആക്കുക. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും OET എക്സാമിന് എവിടെയാണ് നിങ്ങളുടെ മാർക്ക് മിസ്സായത്, എന്തുകൊണ്ട് മിസ്സായി. ഇതിന് രണ്ടിനും ആൻസർ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഒരു പേനയും ഒരു പേപ്പറും എടുത്ത് അടുത്ത് വെക്കുക. കാരണം നമുക്ക് മോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്ക് നിങ്ങൾ ലാസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ മെൻഷനും കൂടെ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടന്നാലോ? വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ സ്ക്രീനിൽ ക്വസ്റ്റ്യനും കാണിക്കും, അതോടൊപ്പം തന്നെ ഓഡിയോയും നമ്മൾ പ്ലേ ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പേനയും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. പിന്നെ ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് ഒരു ഓർഡർ വൈസിലല്ല കേട്ടോ കിടക്കണം. കാരണം നമ്മളിത് സ്റ്റുഡൻസ് മോക്ക് ടെസ്റ്റൊക്കെ എഴുതിയപ്പം അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആൻസറുകൾ അതേപോലെ തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻസും പലതും പല ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇതൊരു ഓർഡറിലല്ല. അപ്പോൾ ഇതിനകത്ത് എന്താണോ ഓർഡർ കിടക്കുന്നത് ആ ഓർഡർ ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു ആൻസർ ഫില്ല് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഞാനിതാ ക്വസ്റ്റ്യൻ കാണിക്കാനായിട്ട് പോവാണ്. എല്ലാവരും റെഡിയല്ലേ? റെഡ്യൂസിങ് കൺസംഷൻ ഓഫ് ഡാഷ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, റെഡ്യൂസിങ് കൺസംഷൻ ഓഫ് ഡാഷ്. ഓക്കെ, ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇനി ഇത് ഫില്ല് ചെയ്യാനുള്ള നിങ്ങളുടെ ഓഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോവാണ്. വളരെ ക്ലാരിറ്റിയോട് കേട്ട് ക്ലാരിറ്റിയോടെ ആൻസർ എഴുതുക. സോ ഇതാണ് നിങ്ങളുടെ ഓഡിയോ. Oh, and I've been relying more and more on black coffee and energy drinks during the day to help me stay awake. And he said to cut back on anything containing caffeine if I wanted to get a good night's rest. ഓക്കെ, എല്ലാവരും ഓഡിയോ കേട്ട് ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ആദ്യം തന്നെ ഞാൻ പറയാം. കഫീൻ ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം കേട്ടോ. കഫീൻ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതിനകത്ത് തെറ്റ് വരുത്തിയ ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അതായത് നമ്മൾ സ്റ്റുഡൻസ് എഴുതുമ്പം എക്സാമിന് തെറ്റ് വരുത്തുന്ന ആൻസറാണ് ഇനി ഞാൻ സ്ക്രീനിൽ കാണിക്കാനായിട്ട്. ഇതൊരു റിയൽ എക്സാമ്പിൾ ആണ് കേട്ടോ. നോക്കൂ, സ്ക്രീനിലേക്ക് നോക്കിക്കേ, കോഫി. അപ്പം കഫീൻ്റെ പകരം കോഫി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കിട്ടില്ല. മനസ്സിലായി? അപ്പം നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയൽ മോക്കിൻ്റെ പേപ്പർ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. മറ്റുള്ളവർ വരുത്തുന്ന പല പ്രശ്നങ്ങളും നിങ്ങളും വരുത്തുന്ന പ്രശ്നങ്ങളാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. പ്രിസ്ക്രൈബ്ഡ് ഡാഷ് ഫോർ സീസണൽ അലർജി. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. I don't smoke, and I'm not overweight or anything. No. At some times of year I use antihistamines because I get bad hay fever. ഓക്കെ, എല്ലാവരും ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻറ്റിഹിസ്റ്റമിൻസ് എന്നാണ്. അപ്പം ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടാവും എൻ്റെ ആൻസർ ശരിയായെന്ന്. ഒന്ന് ശരിക്കും ഒന്ന് നോക്കിക്കേ, വലിയൊരു കുഴപ്പമുണ്ടോ എന്ന്. ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇതൊരു മോക്കിൻ്റെ ഒരു ആൻസറാണ്. ആൻറ്റിഹിസ്റ്റമിൻ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആൻറ്റിഹിസ്റ്റമിൻസ് എന്ന് എഴുതേണ്ട അവിടെ ആൻറ്റിഹിസ്റ്റമിൻ എന്ന് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ഉത്തരം തെറ്റായിട്ട് പോകുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് നിങ്ങളുടെ മോക്കിൻ്റെ പേപ്പർ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എക്സാം എഴുതിയിട്ട് എക്സാമിൻ്റെ പേപ്പർ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ വെറും 24 എഴുതി, പക്ഷേ എനിക്ക് സ്കോർ വന്നപ്പോൾ ഞാൻ ഫെയിലായി എന്ന് പറയും. അപ്പം ഇതൊക്കെ അതിൻ്റെ ഒരു റീസണാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മളിപ്പം ജിനൂസ് അക്കാഡമി കൂടെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. അപ്പം ഈ ഒരു എക്സാം എഴുതിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കാണണം കേട്ടോ, നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. എല്ലാവരും പേപ്പറിൽ 11 എഴുതിയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഫാദർ ഹാഡ് ഡാഷ്. ഓക്കെ, ഫാദർ ഹാഡ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാണ്, ക്ലിയർ ആയിട്ട് കേൾക്കുക കേട്ടോ. My GP asked me if anyone in the family had ever had the same problems, but I don't remember anything like that at all.
Although I mentioned that my father had type 2 diabetes, and he did say that there's sometimes a link there, but he checked and I'm not diabetic. ഓൾ റൈറ്റ്. അപ്പോൾ എല്ലാവരും ഓഡിയോ കേട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി പേർക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമായിക്കാണ് ഞാൻ ഉത്തരം ശരിയാക്കിയെന്ന്. ഇതിൽ തെറ്റ് വരുത്തിയിട്ടുള്ള ചിലർ കാണും. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഒരു സ്റ്റുഡൻ്റ് എഴുതിയ ആൻസറാണ് ടൈപ്പ് 02 ഡയബറ്റിസ്. അങ്ങനെ ഒരു ഡയബറ്റിസ് ഇല്ല, ടൈപ്പ് 2 ഡയബറ്റിസ് ഉണ്ട്. 02 ഡയബറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മളത് കേട്ടിട്ട് കൃത്യമായിട്ട് എഴുതി 02 എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് മാത്രം എഴുതിയാൽ മതി. 02 ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ്റെ നമ്പർ 17 ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പേപ്പറിൽ 17 എന്ന് എഴുതുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. സഫറിങ് ഫ്രം ഡാഷ് എക്സാമ്പിൾ അറ്റ് ജിം. ഓക്കെ, സഫറിങ് ഫ്രം ഡാഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡാഷിൻ്റെ അവിടെ ഫില്ല് ചെയ്യേണ്ട ഓഡിയോ ഞാനിപ്പോൾ കേൾപ്പിക്കാം. കെയർഫുള്ളി ലിസൺ ചെയ്തിട്ട് ആൻസർ എഴുതട്ടെ. താഴോട്ട് പോകും തോറും നമ്മുടെ സ്കോർ കൂടുകയാണോ കുറയാണെന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. എല്ലാവരും ലാസ്റ്റ് മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം എന്താണ് സഫറിങ് ഫ്രം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഓഡിയോ പ്ലേ ചെയ്യാം. Like when I was at the gym, I started to get these dizzy spells. You know, like the room would start spinning suddenly and I'd have to rest up. I've never had that before. എല്ലാവരും ഓഡിയോ കേട്ട് ഉത്തരം കറക്റ്റായിട്ട് എഴുതി എന്ന് വിചാരിക്കുന്നു. ഡിസീസ് സ്പെൽസ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി ഇതിനകത്ത് തെറ്റ് വരാൻ പോസിബിലിറ്റിയുള്ള ആൻസർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങളെപ്പോലെ ലിസണിങ് ഒക്കെ എഴുതുന്ന ആൾക്കാർ എഴുതിയിട്ടുള്ള ആൻസർ എന്താണെന്ന് കാണിച്ചു തരാം. ഡിസിനസ് എന്നാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഉത്തരം ശരിയാണോ? അല്ല, തെറ്റാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. എനിക്കെങ്ങാനും എൻ്റെ OET പേപ്പർ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ, ഒരുപാട് പേര്. അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സെക്ഷനാണ്. ഓക്കെ, ഫൈൻ. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. സർജറി ഫോർ ഡാഷ് 2 years ago. ഓക്കെ, സർജറി ഫോർ ഡാഷ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ 2 years ago എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്തതിൻ്റെ ഓഡിയോ ആണ് വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. And have you had any other medical problems since then? Well, a couple of years back I had a hernia operation. That was also very straightforward. ഉത്തരം എഴുതി കാണും. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ഉത്തരം എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിനകത്തും മിസ്റ്റേക്സ് വരുത്തുന്നവരുടെ. എൻ്റെ കറക്റ്റ് ആൻസർ ഹെർണിയ എന്നാണ്. ഹെർണിയ എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആൻസർ പേപ്പർ എടുത്ത് ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു സ്റ്റുഡൻറ്റിന് ഈ ക്വസ്റ്റ്യൻ കിട്ടിയപ്പം അതിനെഴുതിയ ആൻസറാണ് ഹെറീന എന്ന് പറയുന്നത്. അപ്പം ഹെറീന, ഷെറീന, സെറീന എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഹെർണിയയ്ക്ക് പകരമാകത്തില്ല. ഹെർണിയയുടെ ആൻസർ വരണമെങ്കിൽ ഹെർണിയയുടെ സ്പെല്ലിംഗ് തന്നെ എഴുതാം. അല്ലാതെ സെറീനെ പിടിച്ചെഴുതി കഴിഞ്ഞാൽ ഹെർണിയ ആവില്ല. ഉത്തരം തെറ്റാണ്, തെറ്റാണ് കേട്ടോ. ഇപ്പോൾ പലരും ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. സെറീന, ഹെറീന, ഇതൊക്കെ റിയാലിറ്റിയാണ്. ഇതൊക്കെ സ്റ്റുഡൻസ് വരുത്തിയിട്ടുള്ള റിയൽ ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് കൊണ്ടുതരുന്നത്. പിന്നെ ഞങ്ങളുടെ പേരൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അത് വളരെ മോശമായതുകൊണ്ട് നമ്മൾ പേരൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഭയങ്കര കോമഡിയാണ്. മോക്കിൻ്റെ പേപ്പർ നോക്കുക എന്ന് പറയുന്നത്. ചിലരുടെ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതുപോലെ കോമഡിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള അശ്രദ്ധകൾ മൂലം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 10 മാർക്കാണ് അല്ലേ. 10 മാർക്കാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ നമ്പർ 17 എഴുതുക പേപ്പറിൽ. ഓക്കെ, ഫർദർ സെൽഫ് ഹെൽപ്പ് ഓൺലി ഫുൾ സ്റ്റോപ്പ് പേഷ്യന്റ് അഡ്വൈസ്ഡ് ടു ഡാഷ്. ഓക്കെ, ഫർദർ സെൽഫ് ഹെൽപ്പ് ഓൺലി പേഷ്യന്റ് അഡ്വൈസ്ഡ് ടു ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഞാൻ പ്ലേ ചെയ്യുവാണേ. I first went to see my GP just because they looked ghastly and I was a bit worried about them. But he said that he could only recommend proper treatment when they got worse and were painful or I had any complications. But he did tell me I should lose some weight. എല്ലാവരും ഉത്തരം എഴുതിയോ? കേട്ടോ? എഴുതിയോ? എന്തായി? സെറ്റായോ? അടുത്ത് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ലൂസ് വെയിറ്റ് അല്ലെങ്കിൽ ലൂസ് സം വെയിറ്റ് എന്നാണ്. ഓക്കെ, ലൂസ് വെയിറ്റ് അല്ലെങ്കിൽ ലൂസ് സം വെയിറ്റ് എന്നാണ്. ഇതിന് പകരം നിങ്ങൾ ലോസ് വെയിറ്റ്, LOSS, ലോസ് വെയിറ്റ് എന്ന സ്പെല്ലിങ്, ഓക്കെ, LOSക്ക് പകരം LOSS വെയിറ്റ് ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഉത്തരം തെറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്ക്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു മോക്ക് ടെസ്റ്റ്? അടിപൊളിയായിരുന്നോ? എത്ര മാർക്ക് കിട്ടി? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് ഏതെങ്കിലും മടിച്ചുകൾ മെൻഷൻ ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ, ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാനും ടീം ജിനൂസ് അക്കാഡമിയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു. ജിനോസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.